മാ അക്രമൻ നിസാ, പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുകയില്ല. ഇല്ലാ കരീം, മാന്യനല്ലാതെ മാന്യത കാണിക്കൂല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നീചനല്ലാതെ നീചമായ പ്രവർത്തനം നടത്തൂല. പെണ്ണിനോട് മാന്യത കാണിക്കുന്നവനാ മാന്യന്, പെണ്ണിനെ അവമതിക്കുന്നവന് മാന്യനല്ല. നമ്മൾ പറയാറില്ലേ ബഹുമാനപ്പെട്ട, അല്ലേ? ബഹുമാനപ്പെട്ട എന്ന് വിശേഷണം നൽകാറുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട എന്ന വിശേഷണത്തിന് അർഹനാരാ? സ്വന്തം വീട്ടിലെ ഭാര്യനോടോ, സ്വന്തം വീട്ടിലെ പെങ്ങളോടോ, തന്റെ വീട്ടിലെ ഉമ്മയോടോ, തന്റെ അയൽപക്കത്തെ സഹോദരിയോടോ, തന്റെ നാട്ടിലെ സ്ത്രീകളോടോ മാന്യമായി പെരുമാറുന്നവനാണ് ബഹുമാനപ്പെട്ട എന്ന വിശേഷണത്തിന് അർഹനായവൻ. അല്ലാത്തവൻ മാന്യനല്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. പക്ഷേ അങ്ങനെ മാന്യത നൽകിയ പെണ്ണു, ആ പെണ്ണും ഇന്ന് ഒളിച്ചോട്ടത്തിന്റെ പിന്നാലെയാണ്, പ്രണയത്തിന്റെ കണിവലയിലാണ്. ഇന്ന് സാർവത്രികമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഒളിച്ചോട്ടം എന്നത്. മൊബൈൽ തമ്പുരാക്കന്മാർക്ക് അല്ലെങ്കിൽ വാട്സപ്പ് തമ്പുരാക്കന്മാർക്ക് വലിയ ചാകരയാണ്. ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഫോർവേഡ് ചെയ്യാൻ എന്താ തയ്യാറ്, എന്താണൊരു ആഗ്രഹം, എന്താണൊരു ധൃതി. എന്നാൽ കേട്ടോ, നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന പ്രണയങ്ങളോ, ആ പ്രണയത്തിൽ നിന്റെ വീടിന്റെ കത്തളങ്ങളിലുള്ള ഏതെങ്കിലും പെണ്ണിനാ സംഭവിച്ചതെങ്കിലോ നീ അങ്ങനെ പരസ്യമായിട്ടോ അത് ഫോർവേഡ് ചെയ്യാൻ തയ്യാറാകുമോ? എന്തിനാ ഏതെങ്കിലും പെണ്ണ് ഒളിച്ചോടിപ്പോയ വാർത്തകളോ ഇങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മാത്സര്യ ബുദ്ധിയോടെ പരിശ്രമിക്കുന്നതോ? ഒളിച്ചോട്ടത്തിന്റെ വാർത്തകൾ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു നടക്കലും പരസ്യമായിട്ട് ഫോർവേഡ് ചെയ്യുകയും ഇത് ധാരാളം ആളുകൾ കേൾപ്പിക്കലും എന്താ സുന്നത്താണെന്ന് കരുതിയോ? അല്ല അല്ല, ഇത് ഫിത്നയുടെ വകുപ്പിൽപ്പെടുന്നതാ, ഇത് ഗൈബത്തിന്റെ വകുപ്പിൽപ്പെടുന്നതാ. എന്തിനാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത്? എന്തിനാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത്? ഇതിലെന്തെങ്കിലും ഒരു പാഠമുണ്ടാവണം. ഇതിലിപ്പോ പാടില്ലല്ലോ. ഇതിങ്ങനെ കേട്ട് കണ്ട് അനുഭവിച്ച് ഇന്ന് പെൺകുട്ടികളുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്. എന്താ ചിന്ത എന്നറിയോ? എല്ലാരും ഓടുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് മാത്രം എന്താ കുഴപ്പം? എല്ലാവരും ഓടുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ കുഴപ്പം, എനിക്ക് ഓടിക്കൂടെ എന്നൊരു ചിന്ത മനസ്സിന്റെ അടിത്തട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതില്ലാതാക്കാൻ എന്തു വേണമെന്നറിയോ? പരമാവധി ഈ വാർത്തകൾ രഹസ്യമാക്കി വെക്കുക. ഇനി പരസ്യമാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും ഒരു നന്മ കണ്ടെത്തണം. പിന്നീട് ഓടിപ്പോവാനുവേ സാധ്യതയുള്ള പെണ്ണിനെ പിന്മാറ്റാൻ ഈ ഓടിപ്പോയ പെണ്ണിന്റെ കഥ പറഞ്ഞാൽ ഉപകാരപ്പെടുമെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ പിന്നെന്ത് നേട്ടമാവുള്ളത്? എന്തിനാണത് അയച്ചിട്ട് ഇങ്ങനെ രസിക്കുന്നത്? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഏതായിരുന്നാലും ഒളിച്ചോട്ടത്തിന്റെ വാർത്തകൾ സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അടുത്ത് മലപ്പുറം ഭാഗത്ത്, നിങ്ങൾ മറുപടി പറയണേ, മലപ്പുറം ഭാഗത്ത് ഒരു പെണ്ണിന്റെ കല്യാണത്തിന്റെ അന്ന് എന്തൊരു കഥയാ പടച്ചോനെ. കല്യാണത്തിന്റെ അന്ന് മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് സെൻട്രൽ ഹാളില് തനിക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച കസേരയിൽ ഇരിക്കാ പെണ്ണോ. നല്ല സാരി എടുത്തിട്ടുണ്ടോ, മനോഹരമായ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടോ. ആ പെണ്ണ് അത്ര മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് പുതുമണവാട്ടിയായിട്ട് നിലകൊള്ളുകയാ. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. കല്യാണത്തിന്റെ അന്ന് ഏകദേശം ഉച്ച 1 മണിയായപ്പോഴേക്ക് പിന്നീട് പെണ്ണിനെ നോക്കിയിട്ട് കാണുന്നില്ല. കല്യാണത്തിന്റെ അന്ന് 1 മണിയാവുമ്പോഴേക്ക് പെണ്ണിനെ കാണുന്നില്ല. മലപ്പുറത്ത് നടന്ന സംഭവം. പെണ്ണ് എവിടെ പോയിട്ടുണ്ടാവും? ഒന്ന് ഉറക്കപ്പറാപ്പാ. ഒളിച്ചോടി പോയിട്ടുണ്ടാവും. അല്ല, പെണ്ണ് ളുഹ്ർ നിസ്കരിക്കാൻ പോയി. ദാ സത്യം. ഞാൻ തന്നെ ഇത് പറഞ്ഞറിയോ, ഇങ്ങനെയും ചില നല്ല പെണ്ണുങ്ങളുണ്ട്. കല്യാണത്തിന്റെ അന്നും ളുഹ്ർ ഖളാ ആവാതെ നിസ്കരിച്ച പെണ്ണ്. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, കല്യാണത്തിന്റെ അന്ന് ളുഹ്ർ ഖളാ ആവാതെ നിസ്കരിച്ചൊരു പെണ്ണ് കൈ ഉയർത്തു എന്ന് പറഞ്ഞാൽ മിക്ക ഉമ്മാമമാരും കൈ താക്കും.
കാരണം ഉമ്മാമാന്റെ അന്ന് വരെ ഓള് നിസ്കരിച്ചിട്ടില്ല, പിന്നല്ലേ ഇന്ന് നിസ്കരിക്കല്. എന്നാൽ ആ പെണ്ണ്, മലപ്പുറത്തുള്ള പെണ്ണ്, അണിഞ്ഞൊരുങ്ങിയ വസ്ത്രം മാറ്റിയിട്ട് വുളു എടുത്തിട്ട് നിസ്കരിച്ചിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിന്റെ ഖൽബിലുള്ള ഈമാനാ. പക്ഷേ അത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് പെണ്ണിനെ കാണുന്നില്ല. കല്യാണത്തിന്റെ ഉച്ചക്ക് 1 മണിയായപ്പോ പെണ്ണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ കേട്ട നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് പെണ്ണ് ഒളിച്ചോടി പോയി എന്നാ. അങ്ങനെ ആയിട്ടുണ്ട് സമുദായത്തിന്റെ മനസ്സ്. പെണ്ണിനൊരു ദിവസം കാണുന്നില്ലെങ്കിൽ പറയാൻ തുടങ്ങി അത് ഒളിച്ചോടി പോയി എന്നോ. പെണ്ണ് 1 മണിക്കൂർ സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറുപിറുക്കാൻ തുടങ്ങി അതെവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകുമെന്നോ. പെണ്ണ് 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് വരേണ്ട പെണ്ണ് 5 മണിയായിട്ടും കാണാതെ വരുമ്പോ ഈ ഉമ്മാക്ക് വേവലാതിയാ. ഉമ്മ ഫോൺ എടുത്തിട്ട് അയൽവക്കത്തെ വീട്ടിൽ വിളിച്ചിട്ട് പറയുകയാ, എന്റെ ഖദീജ വന്നു കാണുന്നില്ലല്ലോ, എവിടെ പോയി എന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അന്നേരം ഖദീജ പറയും ഞാൻ കണ്ടിട്ടില്ല, ആ അയൽവാസി പറയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കും. പിന്നെ അയൽവാസിയുടെ പണി എന്താ അറിയോ, ഇപ്പുറത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കും ഓള് പോയെന്നാ തോന്നുന്നത് എന്നോ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുകയാ. അത്രമാത്രം ഒളിച്ചോട്ടം സർവ്വവ്യാപകമായി. ഒരു പെണ്ണിന്റെ ഏതാനും മണിക്കൂറുകളുള്ള തിരോധാനം പോലും ഒളിച്ചോട്ടമായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒളിച്ചോട്ടത്തിന്റെ മർമ്മപ്രധാനമായ കാരണമെന്താ? ഈ ഒളിച്ചോട്ടത്തിന്റെ കാരണം എന്താണ്? ഈ അടുത്ത് SKSSF ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അബുദാബിയിൽ പോയി. ആ അബുദാബിയിൽ പ്രഭാഷണത്തിന് അവിടുത്തെ ഇസ്ലാമിക് സെന്ററിലേക്ക് പ്രവേശിക്കുന്ന നേരത്തോ ഒരു മാന്യനെന്ന് തോന്നുന്ന ഒരാൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ പോലത്തുള്ള ഉസ്താദുമാർ എത്ര കാലമായി വഅദ് പറയുന്നു, എന്നിട്ട് ഒളിച്ചോട്ടത്തിനൊരു കുറവുമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ക്ലാസ് കേൾക്കുന്നത് പെണ്ണുങ്ങളാ. ഇവിടെ തന്നെ നോക്ക, ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാ. ഏറ്റവും കൂടുതൽ ക്ലാസും പ്രസംഗവും വയലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതും പങ്കെടുക്കുന്നതും സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കുന്നതും എല്ലാം സ്ത്രീകളായിരുന്നിട്ട് പോലും എന്തേ ഒളിച്ചോട്ടത്തെ തടയാൻ കഴിയുന്നില്ല? നിങ്ങളെ വയലും എന്തേ ഏശുന്നില്ല? വയലെന്തേ ഏശാത്തതെന്ന ചോദ്യമാ അവരോട് എനിക്കന്ന് പറയാനുള്ള മറുപടി ഒരൊറ്റ മറുപടിയാണ്. അതേ മറുപടി തന്നെയാണ്, ഒളിച്ചോട്ടത്തെ നിർത്താൻ. അതല്ല എങ്കിൽ അതുപോലെയുള്ള ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു പെണ്ണിനും ഒരാണിനും മാറി നിൽക്കാൻ ഇന്ന് നന്നേ പ്രയാസമാ. അതെന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ട് നമുക്കൊരൊറ്റ മറുപടിയുള്ളൂ. അത് 14 മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന മറുപടിയാണ്, മാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ വലാകിൻ അഖ്ശാ അലൈക്കുമുത് തകാസുറ. ഞാൻ നിങ്ങളുടെ പേരിൽ പേടിക്കുന്നില്ല. മാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ, ദാരിദ്ര്യത്തെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നില്ല. ദാരിദ്ര്യം കാരണം നിങ്ങൾ മോശമായി പോകുമെന്ന പേടിയില്ല. ദാരിദ്ര്യം കാരണം നിങ്ങൾ ഈമാൻ കുറഞ്ഞു പോകുമെന്ന പേടി എനിക്കില്ല. ദാരിദ്ര്യം കാരണം ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടി പോകുമെന്ന പേടി എനിക്കില്ല. വലാകിൻ അഖ്ശാ, എങ്കിലും നിങ്ങൾക്ക് ഞാൻ പേടിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ ഖൽബിലുള്ള ഈമാൻ നശിച്ചു പോകാനുള്ള കാരണമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്ന സംഗതി ഏതാണെന്നറിയോ? അലൈക്കുമുത് തകാസുർ, അത് സൗകര്യത്തിന്റെ വർധനവാ, ധാരാളിത്തമാ, സാമ്പത്തികമായ ധാരാളിത്തമാ, സൗകര്യത്തിന്റെ വർധനവാ. ഇന്ന് പഴയ കാലം പോലെയല്ല. ഹറാം ചെയ്യാനുള്ള ചാൻസുകളും സാധ്യതകളും അവസരങ്ങളും ധാരാളമാണ്. പണ്ട് ഒരു വയല് കേട്ടാൽ അത് മതി ഒരു പെണ്ണിന് നന്നാവാൻ, മരണം വരെ അത് വയല് മനസ്സിലുണ്ടാകും. ഇന്നോ കേട്ട വയലിന്റെ ഹാങ് ഓവർ വീട്ടിലെത്തുമ്പോഴേക്ക് തീർന്നു പോവുകയാണ്. കാരണം വീട്ടിലെത്തിയ ഉടനെ ഹറാമിന് അവസരങ്ങളോ, ഹറാം ചെയ്യാൻ സാധ്യതകളോ. അതിനിടയിൽ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ചങ്ങാതിയാണ്, അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, വേറൊരു പ്രഭാഷകന്റെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയാള് വയല് കേൾക്കുമ്പോ എന്റെ മനസ്സിലിങ്ങനെ കോരിത്തരിക്കുമെന്നോ, അയാള് വയല് കേൾക്കുമ്പോ രോമിങ്ങനെ എടുത്തു പിടിക്കുമെന്നോ, അയാള് വയല് പറയുമ്പോ ഇങ്ങനൊന്ന് മൂക്കൊന്ന് വലിച്ചാൽ എനിക്ക് കരച്ചൽ വരൂ എന്ന്. അയാൾ കരയണമെന്നില്ല, വയല് പറയുന്ന ആള് ഇങ്ങനെ ആക്കിയാൽ തന്നെ എനിക്ക് കരച്ചൽ വരും, അത്രയും എനിക്ക് ഇഷ്ടമാണ് അയാളെ വയല് എന്ന്. ഞാൻ ചോദിച്ചു, എന്നിട്ട് നീ എന്താ സുബീക്ക് പള്ളിയിൽ വരാത്തത്?
അന്നേരം പറഞ്ഞു ഉസ്താദ് കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെയാണ്. എന്താ ഇതിന്റെ കാരണം? സൗകര്യങ്ങളുടെ വർധനവാണ്. ഇന്ന് തെറ്റ് ചെയ്യാനും ഹറാമ് ചെയ്യാനും ഹറാമ് കാണാനും ധാരാളം സാധ്യതകളാണ്. അല്ല പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കോ. 10ാം ക്ലാസ് വരെ പഠിച്ചൊരു പെണ്ണോ, ആ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ ഓരോ ക്ലാസ്സിലും ഫസ്റ്റാ, നല്ല റാങ്കോടെ നല്ല മാർക്കോടെ പാസ്സായ പെൺകുട്ടിയാ. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന്റെ മുമ്പ് ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞില്ലേ, മോളെ നീ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ല മുന്തിയ മൊബൈൽ ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഇന്നേ വരെ മൊബൈൽ കയ്യോട് തൊടാത്ത പെണ്ണാണ്. മൊബൈൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമായി. ആ പെണ്ണങ്ങ് പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ ഏറ്റവും നല്ല റാങ്കോടെ മാർക്കോടെ പെണ്ണ് വിജയിച്ചു. അതിന്റെ സമ്മാനമായിട്ട് പിതാവ് വാങ്ങിക്കൊടുത്തത് എല്ലാ സൗകര്യങ്ങളുമുള്ള മൊബൈലാ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കേൾക്കണ്ട്. ആ കുട്ടി പിന്നീട് +1 പ്രവേശനം കിട്ടി. അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. ആ +1 റിസൾട്ട് അങ്ങ് വന്നപ്പോ, ഒരു കൊല്ലം കഴിഞ്ഞതിന്റെ റിസൾട്ട് വന്നപ്പോ, അല്ലെങ്കിൽ +2 റിസൾട്ട് വന്നപ്പോ ആ പെണ്ണിന്റെ മാർക്കിന്റെ ഗ്രാഫ് താഴോട്ടാ. മാർക്ക് കുറവാ, പഠനം കുറവാ. രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ്. പക്ഷേ ഇപ്പോൾ പഠനത്തിന്റെ ശബ്ദമില്ല. രാത്രിയായാൽ ഫോണിലാ, രാത്രിയായാൽ ചാറ്റിങ്ങിലാ. പിതാവും മാതാവും ചോദിച്ചില്ലേ, മോളെ പഠിക്കാതെ മൊബൈൽ എടുത്ത് കളിക്കുകയാണോ? അന്നേരെ പെണ്ണ് പറഞ്ഞു, ഉപ്പാ ഞാൻ എന്റെ ചങ്ങാതിയോട് ഡൗട്ട് ചോദിക്കുകയാ. സ്കൂളിലെ പാഠപുസ്തകങ്ങളിലെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണെന്ന് പറഞ്ഞ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ച ഉമ്മ. ഏത് ഡൗട്ടാ ക്ലിയർ ആക്കുന്നതെന്നറിയില്ല. പാഠപുസ്തകങ്ങളിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരനെ ഫോൺ വിളിക്കുന്ന പെങ്ങള്, നിന്റെ കളിയും നിന്റെ അസുഖവും ഏതാണെന്ന് നിന്റെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആവുക ചപ്പടി വിദ്യകളുമായിട്ട് കടന്നു വരണ്ട. എന്നാൽ ഈ പെൺകുട്ടി പിന്നീട് രാത്രികാലങ്ങളിൽ പോലും ഫോണിലാണ്, ചാറ്റിങ്ങിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. അതേപോലെ തന്നെ കാമുകനുമായിട്ട് ഫോൺ വിളിയിലാണ്. പിന്നീടുള്ള പഠന കാലയളവുകളില് മാർക്ക് വന്നപ്പോൾ, മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ മാർക്ക് കുറവാ, മാർക്ക് നന്നേ കുറവാ. പെണ്ണിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പെണ്ണിനാ ഇത്രയും കാലം മാതാപിതാക്കളെ ബഹുമാനിച്ചാദരിച്ച പെണ്ണ ഇന്ന് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ധാർഷ്ട്യത്തോടെയുള്ള വാക്കുകൾ പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എന്ത് സംഭവിച്ചു? കഥ ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും നല്ല മിടുക്കിയായ പെൺകുട്ടി, 10ാം ക്ലാസ് വരെ നല്ല മാർക്കോടെ വിജയിച്ച പെൺകുട്ടി, മാന്യമായി മാതാപിതാക്കളോട് പെരുമാറുന്ന പെൺകുട്ടി, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന പെൺകുട്ടി, ഉറങ്ങേണ്ട നേരമായാൽ കൃത്യമായിട്ട് ഉറങ്ങുന്ന പെൺകുട്ടി, നേരത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റ പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ക്രമം തെറ്റാനുള്ള കാരണം എന്താ? പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ താളമാരാ തെറ്റിപ്പിച്ചത്? ആ പെൺകുട്ടിയെ അധർമ്മത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞതാരാ? ഇതിനൊരൊറ്റ കാരണമേയുള്ളൂ. കാരണക്കാരനെയുള്ളൂ. സൗകര്യങ്ങളുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തതാ. സൗകര്യങ്ങളുടെ വർധനവിനെയാ നിങ്ങൾക്ക് ഞാൻ പേടിക്കുന്നതെന്നോ? നൂറ്റാണ്ട് 14 മുമ്പ് ലോകത്തിന്റെ മുത്തളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എല്ലാ സൗകര്യങ്ങളും വാങ്ങിക്കൊടുക്കലാണ് തന്റെ മക്കളോടുള്ള സ്നേഹമെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടോ? ആ ധാരണയൊക്കെ അറബിക്കടലിന്റെ അലമാലകളിലേക്ക് വലിച്ചെറിഞ്ഞോ? സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലല്ല, അല്ലെങ്കിൽ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല. കുട്ടിയുടെ ആത്യന്തികമായ, ആത്മീയമായ, ആരോഗ്യപരമായ, ഭൗതികമായ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയാ. അല്ലാതെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലല്ല. കുട്ടിയുടെ പഠനശേഷിയെ നഷ്ടപ്പെടുത്തുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലല്ല. കുട്ടിയുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഏറ്റുകൊടുക്കലല്ല. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
നമുക്ക് സാധ്യമാവണം. അല്ലാതെ വന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വാർത്ത കേൾക്കേണ്ടി വരും. ഒരു ഒളിച്ചോട്ടത്തിന്റെ വാർത്ത, അത് അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല, ഈ രാജ്യത്തിന്റെ പുറത്തു നിന്നല്ല, വാട്സപ്പിലെ സ്ക്രീനിൽ നിന്നല്ല, പിന്നെയോ നിന്റെ വീടിന്റെ അടുക്കളയിലെ അകത്തളങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോട്ടത്തിന്റെ വാർത്ത കേൾക്കുകയാ. രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണം. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ടോ? എല്ലാ സമുദായത്തെയും നാശത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞൊരു കാരണമുണ്ടോ? എന്റെ സമുദായത്തിന്റെ നാശം ഏതാണെന്നറിയോ?